നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആവേശക്കടലായി പൂരപ്രേമികൾ, തൃശൂരിൽ ഒഴുകിയെത്തിയത് ലക്ഷങ്ങൾ. ആലത്തൂർ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് റാലി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ഉദയ് ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റിന് പൊള്ളാച്ചി വിട്ടാൽ പാലക്കാട് മാത്രം സ്റ്റോപ്പ്. സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മനം നിറച്ച് മഠത്തിൽ വരവ് പഞ്ചവാദ്യം, ആവേശക്കടലായി ഇരമ്പിയാർന്ന് പൂരപ്രേമികൾ. തേക്കിൻകാട് മൈതാനത്ത് ഇന്നു പെയ്തിറങ്ങുന്ന പൂരമാണ് ആൽപൂരം, ആവേശപൂരം, ആനന്ദപൂരം. പൂരമഴ തോരും വരെ നാളെ ഉച്ചവരെ പൂരച്ചൂടിലാണ് നമ്മൾ. വാദ്യഘോഷങ്ങളുടെ സിംഫണി, കാഴ്ചകളുടെ കാർണിവൽ, ഭക്തർക്ക് കണ്ണിറയെ കാണാൻ എഴുന്നള്ളി വരുന്ന ദേവീദേവന്മാർ, കാണാൻ ഒഴുകിയെത്തുന്ന ജനാവലി. പൂരപ്രേമികളിൽ ഒരാളായി നമുക്കൊപ്പം വടക്കുന്നാഥനും ചേരുന്ന പൂരം. വഴിയായ വഴിയെല്ലാം തൃശൂരിലേക്ക് തുറന്നു കഴിഞ്ഞു. തേക്കിൻകാട് മൈതാനി ഇന്ന് ഒരു ദിവസത്തേക്ക് കടലാണ് ആൾക്കടൽ. വടക്കുന്നാഥ ക്ഷേത്രം ശ്രീ മൂലസ്ഥാനത്ത് രാവിലെ 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങി. മഞ്ഞും വെയിലും കൊള്ളാതെ കണിമംഗലം ശാസ്താവ് പൂരത്തെ വിളിച്ചുണർത്താൻ പൂരപ്പറമ്പിലെത്തി. പുലർച്ചെ 4:30 കണിമംഗലത്ത് നിന്നും മേളങ്ങളുടെ അകമ്പടിയോടെയാണ് പുറപ്പാട്. 7:30 വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലെത്തി. കണിമംഗലം ശാസ്താവിന് പിന്നാലെ പനമുക്കും പിള്ളി, ചെമ്പൂക്കാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് പൂരങ്ങൾ വടക്കുന്നാഥനെ വണങ്ങി. വടക്കുന്നാഥ ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ ശ്രീ മൂലസ്ഥാനത്ത് നിന്നുകൊണ്ട് ഘടകപൂരങ്ങളെത്തുന്ന കാഴ്ചകൾ കണ്ട് പല ശ്രുതികളിൽ മേളങ്ങളും വാദ്യങ്ങളും കേട്ടാണ് പൂരത്തിലേക്ക് ജനം അലിഞ്ഞിറങ്ങിയത്. 11:30 പഴയ നടക്കാവ് നടുവിൽ മഠത്തിന്റെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും 7-ന് ആരംഭിച്ച എഴുന്നള്ളിപ്പ് പഴയ നടക്കാവിലെ ബ്രഹ്മസം മഠത്തിൽ ഇറക്കിയതിനു ശേഷമുള്ള എഴുന്നള്ളിപ്പാണിത്. തിരുവമ്പാടി കണ്ണന്റെ കോലത്തിൽ ഭഗവതിയുടെ തിടമ്പേന്തി തിരുവമ്പാടി ചന്ദ്രശേഖരനും മറ്റും 2 ആനകളും നിരന്നു. കോങ്ങാട് മധു നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യത്തിന്റെ താളലയത്തിലായി ജനം. ഉച്ചയ്ക്ക് 1:15 നായ്ക്കല കനാലിൽ ഈ പഞ്ചവാദ്യം കലാശിച്ചു. ചെണ്ടയുടെ മാസ്മരികത അനുഭവിക്കാൻ 11:45 പാറമേക്കാവിൽ ചെണ്ടമേളവും ഉണ്ടായിരുന്നു. 12:15 15 ആനകളുമായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴും ചെമ്പടിയുടെ അകമ്പടിത്താളം, പിന്നെ ചെമ്പട കലാശിച്ച് പാണ്ടിമേളം. ഇതാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് 2:10 ഇലഞ്ഞിത്തറ മേളയായി മാറുന്നത്. കിഴക്കൂട്ട് അനിയന്മാരാണ് ഇവിടെ പ്രമാണി. 4:30 വരെ പിന്നെ ഇലഞ്ഞിച്ചുവട് വേറൊരു ലോകമാണ്. ഉച്ചയ്ക്ക് 3-ന് നായ്ക്കനാലിൽ നിന്നും ആരംഭിക്കുന്ന തിരുവമ്പാടിയുടെ മേളം ക്ഷേത്രത്തിന് പുറത്ത് ശ്രീ മൂലസ്ഥാനത്ത് കൊട്ടിത്തിമർന്നു. ഇന്ന് 4:45 സമാപിച്ചു. ആലത്തൂർ മണ്ഡലം LDF തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രവർത്തകർക്ക് ആവേശമായി. മണ്ഡലം സെക്രട്ടറി TM ശശി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, MLA-മാരായ PP സുമോദ്, K പ്രേമകുമാർ, RJD ജില്ലാ ഉപാധ്യക്ഷൻ M ശ്രീനാരായണൻ, കോൺഗ്രസ് S ജില്ലാ സെക്രട്ടറി A സലീംകുട്ടി, തെന്നിലാപുരം വാസുദേവൻ, രാമചന്ദ്രൻ, A അനിതാനന്ദൻ, TK ദേവദാസ്, KP രവീന്ദ്രൻ, V മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ ഛായാചിത്രം ചെമ്പെ സുരേഷ് സീതാറാം യെച്ചൂരിക്ക് നൽകി. ചെമ്പെ ഭാഗവതർ മതത്തിനും ജാതിക്കും അതീതമായ നിലപാടെടുത്ത മഹാനാണെന്നും അതിലൂടെ ഒട്ടേറെ പേർക്ക് കർണാടക സംഗീതത്തിൽ അവസരം ലഭിച്ചതായും സീതാറാം യെച്ചൂരി തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ അനുസ്മരിച്ചു. ഉദയ് ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റിന് കോയമ്പത്തൂർ കഴിഞ്ഞാൽ സ്റ്റോപ്പ് പാലക്കാടും പൊള്ളാച്ചിയും മാത്രം. പൊള്ളാച്ചിക്കും പാലക്കാടിനും ഇടയിൽ സ്റ്റോപ്പ് പരിഗണിക്കാത്തത് മേഖലയിലെ യാത്രക്കാർക്ക് തിരിച്ചടിയാണ്. കൂടുതൽ സ്റ്റോപ്പ് അനുവദിക്കാൻ ശക്തമായ രാഷ്ട്രീയ ഇടപെടലും സമ്മർദ്ദവും വേണ്ടിവരും. പോത്തന്നൂർ ജംഗ്ഷനിലും സ്റ്റോപ്പില്ല. ദക്ഷിണ റെയിൽവേ മെക്കാനിക്കൽ വിഭാഗത്തിന്റെ താൽക്കാലിക സമയക്രമത്തിൽ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പുലർച്ചെ 3-ന് പുറപ്പെടുന്ന ട്രെയിൻ 4:20 പൊള്ളാച്ചിയിലേക്കും 5:55 കോയമ്പത്തൂരിലും എത്തും. 6-ന് കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെട്ട് 12:40 ബാംഗ്ലൂരിൽ എത്തുക. ഉച്ചയ്ക്ക് 2:15 മടക്കയാത്ര. രാത്രി 8:15 കോയമ്പത്തൂരും 10:20 പൊള്ളാച്ചിയിലും എത്തും. 10:40 പൊള്ളാച്ചിയിൽ നിന്നും തിരിച്ച് രാത്രി 11:50 പാലക്കാട്ട് യാത്ര അവസാനിക്കും. പാലക്കാട്ടേക്ക് നീട്ടുമ്പോഴും നിലവിൽ ബാംഗ്ലൂരിലെത്തുന്ന സമയത്തിൽ മാറ്റമില്ല. 535.16 കിലോമീറ്ററാണ് പാലക്കാട് ബാംഗ്ലൂർ ദൂരം. ദിശ മാറുന്നതിന്റെ ഭാഗമായി പൊള്ളാച്ചിയിൽ വെച്ച് എഞ്ചിൻ മാറ്റും. നിലവിൽ കോയമ്പത്തൂരിൽ നടക്കുന്ന പ്രാഥമിക പരിപാലനം പാലക്കാട് ജംഗ്ഷനിൽ നടത്തും. അതിന് സൗകര്യമൊരുക്കാൻ അടുത്ത ദിവസം നടപടി ആരംഭിക്കും. കോയമ്പത്തൂർ പൊള്ളാച്ചി വഴി ട്രെയിൻ പാലക്കാട് എത്താൻ 104 കിലോമീറ്റർ
കിലോമീറ്ററാണ് ദൂരം. കോയമ്പത്തൂർ വാളയാർ വഴിയാണെങ്കിൽ 54 കിലോമീറ്ററും. പരീക്ഷണ ഓട്ടത്തിൽ പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലെ പ്ലാറ്റ്ഫോമുകളിൽ ചിലയിടത്ത് തടസ്സങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം. അവ താമസിയാതെ പരിഹരിക്കുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പോലെ കേരള സർക്കാരും പൂർണ്ണ പരാജയമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കുമ്പടിപ്പള്ളി ബസാറിൽ ആനക്കര പഞ്ചായത്ത് UDF സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്രോളിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റത്തിൽ ജനം പൊറുതിമുട്ടി. തൊഴിലില്ലായ്മ 10 മടങ്ങായി. മതനിരപേക്ഷയും ജനക്ഷേമവും തകിടം മറിച്ചവരെ വീണ്ടും അധികാരത്തിൽ കയറ്റാതിരിക്കാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തുന്നത്. അതിന് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ വർദ്ധിച്ചു വരുന്ന ശുഭകരമായ വാർത്തകളാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും കേൾക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരുതൂർ കരുവാൻതൊടി നാനാർച്ചിക്കുളത്തിൽ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. ചെറുകുടങ്ങാട് തോട്ടുങ്ങൽ ഉമയിൽ മുസ്തഫയുടെ മകൻ നിഹാൽ 11 മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. സഹോദരനും കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയതായിരുന്നു. കുളി കഴിഞ്ഞ് നിഹാലിനെ കാണാതായപ്പോൾ വീട്ടിൽ പോയതാകാമെന്ന് സഹോദരൻ കരുതി. വീട്ടിൽ നിഹാൽ എത്താത്തതിനെ തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് രാത്രി 7-ന് കുട്ടിയെ കണ്ടെത്തിയത്. ഉടൻ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാരക്കുത്ത് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവഗണനയുടെ പാതയിൽ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ. പാലക്കാട് പൊള്ളാച്ചി പാതയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ കൊല്ലങ്കോട് സ്റ്റേഷനിൽ ഇതുവഴിയുള്ള മിക്ക തീവണ്ടികൾക്കും സ്റ്റോപ്പ് അനുവദിക്കാത്തത് ജനങ്ങളെ നിരാശരാക്കുന്നു. പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള 58 കിലോമീറ്റർ ദൂരത്തിനിടയിൽ പുതുനഗരം, കൊല്ലങ്കോട്, മുതലമട, മീനാക്ഷിപുരം, ആനമല എന്നിങ്ങനെ സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും പല തീവണ്ടികളും പാലക്കാട് വിട്ടാൽ പിന്നെ നിലവിൽ പൊള്ളാച്ചിയിലാണ് നിൽക്കുന്നത്. ഇത് ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിലെ തീവണ്ടി യാത്രക്കാരെ നിരാശരാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാലക്കാട് പൊള്ളാച്ചി പാത വഴി സർവീസിനൊരുങ്ങുന്ന മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ്, പാലക്കാട് ബംഗളൂർ ഉദയ് ഡബിൾ ഡക്കർ എക്സ്പ്രസ് എന്നിവയ്ക്കും നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചെന്നൈ എക്സ്പ്രസ് വണ്ടിക്കും കൊല്ലങ്കോട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് ആവശ്യം. കോടികൾ ചെലവിട്ട് ഗേജ് മാറ്റം പണികളും വൈദ്യുതീകരണവും പൂർത്തിയാക്കിയ പൊള്ളാച്ചി പാതയിൽ നിലവിൽ അമൃത ഉൾപ്പെടെ 2 തീവണ്ടികൾക്ക് മാത്രമാണ് കൊല്ലങ്കോട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത്. നേരത്തെ ഇതുവഴി സർവീസ് നടത്തിയിരുന്ന എല്ലാ പാസഞ്ചർ വണ്ടികൾക്കും കൊല്ലങ്കോട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കൊല്ലങ്കോടിന് പുറമെ വടക്കഞ്ചേരി, ആലത്തൂർ, കുഴൽമന്ദം, കൊടുവായൂർ, നെന്മാറ, ചിറ്റൂർ, കൊഴിഞ്ഞാമ്പാറ പ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് കൊല്ലങ്കോട് ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ യാത്ര സുഗമമാകും. ഗേജ് മാറ്റം പണികൾ പൂർത്തിയാകുന്നതോടെ പൊള്ളാച്ചി പാതയിൽ കൂടുതൽ തീവണ്ടികൾ എത്തുമെന്നും ഇതുവഴിയുള്ള തീവണ്ടി യാത്ര സുഗമമാകുമെന്നുമായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ. എന്നാൽ പദ്ധതി പൂർത്തിയായി പുതിയ വണ്ടികൾ വന്നു തുടങ്ങുമ്പോൾ പാളത്തിന് ഇരുവശത്തും നിന്നും തീവണ്ടികൾ കടന്നു പോകുന്നത് കണ്ടു നിൽക്കാമെന്നല്ലാതെ യാത്രക്കാർക്ക് ഉപയോഗമില്ല. കൊല്ലങ്കോട് സ്റ്റേഷൻ വലിയ തീവണ്ടികൾക്ക് നിൽക്കാൻ ആവശ്യമായ തരത്തിൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കുക, കൊല്ലങ്കോട് സ്റ്റേഷൻ എല്ലാ തീവണ്ടികൾക്കും റിസർവേഷൻ സൗകര്യം ഏർപ്പെടുത്തുക, യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പരിഹരിക്കപ്പെടാതെ ശേഷിക്കുകയാണ്. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ്. 1000-ലേറെ പേർ എത്തുന്ന OPയുടെ പ്രവർത്തനമാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാർ ഇല്ലാത്തതിനാൽ പ്രതിസന്ധിയിലായത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിച്ച് OP പ്രവർത്തിപ്പിക്കുന്നതിനാൽ സ്പെഷ്യാലിറ്റി OPകൾ മുടങ്ങി. മെഡിക്കൽ PG വിദ്യാർത്ഥികളെയാണ് പൊതുവെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരായി നിയമിക്കുക. ഇവർ വന്നാലും സ്ഥിരമായി നിൽക്കാത്തതാണ് പ്രശ്നം. താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാലും നിലവിലെ കെട്ടിടങ്ങളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലും സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്നതിനിടെയാണ് ഡോക്ടർമാരുടെ കുറവ് മൂലമുള്ള പ്രശ്നം.
രോഗികൾക്ക് കടുത്ത വേനൽ ചൂടിൽ കാത്തിരിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യമില്ല. സ്ഥലപരിമിതിയിൽ ഡോക്ടർമാരും ജീവനക്കാരും പ്രയാസപ്പെടുന്നുണ്ട്. ആശുപത്രിയിൽ ജലക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടെ വെള്ളം മുടങ്ങും. കൂടുതൽ വെള്ളം ആവശ്യമുള്ള മാതൃശിശു വിഭാഗത്തിൽ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജലക്ഷാമം നിലനിൽക്കുമ്പോൾ തന്നെ ആശുപത്രിയിലെ ജലസംഭരണി നിറഞ്ഞ് വെള്ളം പാഴാകുന്നതും കാണാം. മനം നിറച്ച് മന്നപ്പുള്ളിക്കാവ് വേല. മന്നംപുള്ളി കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല വർണ്ണാഭമായി. വൈകിട്ട് 4 മണി മുതൽ വിവിധ ദേശവേലകൾ കാവു മൈതാനത്തിലേക്ക് എത്തി. 11 ദേശവേലകളാണ് ക്ഷേത്രത്തിലെത്തി ദേവിയെ പ്രദക്ഷിണം ചെയ്ത് മടങ്ങിയത്. ഊക്കൻസ് കുഞ്ചു, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ തുടങ്ങി 19 ആനകൾ വിവിധ തിടമ്പേറ്റി. പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, പൂക്കാവടി, വണ്ടിവേഷം, ബാൻഡ് വാദ്യം, താമ്പോലം, വേഷ സംവിധാനങ്ങൾ എന്നിവ വേലയ്ക്ക് മാറ്റുകൂട്ടി. കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ രാവിലെ 8-ന് ഉഷശീവേലി, 12:30-ന് ഉച്ചശീവേലി, 6:30-ന് നിറമാല, ചുറ്റുവിളക്ക്, പുഷ്പാഭിഷേകം എന്നിവ നടന്നു. വടക്കഞ്ചേരി മണ്ണൂത്തി 6 പാതയിലെ കുതിരാൻ തുരങ്കത്തിൽ നടക്കുന്ന കോൺക്രീറ്റ് ഇടൽ മഴക്കാലത്തിന് മുമ്പ് തീരില്ല. വടക്കഞ്ചേരി മണ്ണൂത്തി 6 പാതയിലെ കുതിരാൻ ഇടതു തുരങ്കത്തിൽ നടക്കുന്ന കോൺക്രീറ്റ് ഇടൽ മഴക്കാലത്തിന് മുമ്പ് തീരില്ല. മഴ തുടങ്ങുമ്പോൾ മേൽഭാഗത്തു നിന്നുള്ള ഉറവ ശക്തിപ്പെടുന്നതോടെ ജോലിയുടെ വേഗവും കുറയും. നിലവിൽ വലതു തുരങ്കം വഴി ഇരുദിശകളിലേക്കും ഒറ്റവരിയായാണ് ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത്. മഴ തുടങ്ങുന്നതോടെ ഗതാഗത കുരുക്കും രൂക്ഷമാവും. നിലവിൽ ഇടയ്ക്കിടെ ചെറിയ ഗതാഗത കുരുക്കുണ്ടാകാറുണ്ട്. മെയ് അവസാനത്തോടെ കോൺക്രീറ്റ് ഇടൽ പൂർത്തിയാക്കുമെന്നാണ് കരാർ കമ്പനി തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ജൂൺ ആകുമെന്നും കരാർ കമ്പനി അധികൃതർ പറഞ്ഞു. ഫെബ്രുവരിയിലാണ് കുതിരാൻ ഇടതു തുരങ്കത്തിൽ മേൽപ്പാലത്ത് കോൺക്രീറ്റ് ഇടൽ തുടങ്ങിയത്. 500 മീറ്ററാണ് കോൺക്രീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. നിലവിൽ 300 മീറ്റർ പൂർത്തിയായി. കോൺക്രീറ്റ് ഇടലിന് ശേഷം ലൈറ്റുകൾ പുനഃസ്ഥാപിക്കൽ, കൈവരി ഘടിപ്പിക്കൽ, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കൽ തുടങ്ങിയവയും ചെയ്യാനുണ്ട്. ഇവ പൂർത്തിയാക്കാൻ വീണ്ടും സമയമെടുക്കും. എല്ലാ ജോലികളും കഴിഞ്ഞ് തുരങ്കം ഗതാഗതത്തിനായി തുറക്കാൻ ജൂലൈ ആകുമെന്നാണ് കണക്കാക്കുന്നത്. നെല്ല് സംഭരിച്ച ശേഷം കർഷകർക്ക് നൽകുന്ന കൈപ്പറ്റ് സ്ഥിരീകരിക്കുന്നതിൽ താമസം. PRS-ഉം നെല്ല് വൈബ്രിഡ്ജിൽ തൂക്കിയതിന്റെ ചീട്ടും നെല്ല് സംഭരിക്കുന്നതിന് മുമ്പ് ഫീൽഡ് ജീവനക്കാർ പരിശോധിച്ച് നൽകിയ പച്ചച്ചീട്ടും കർഷകർ ഒപ്പിട്ട സ്റ്റേറ്റ്മെന്റും സ്വകാര്യ അരിമില്ലുകാർ പാഡി മാർക്കറ്റിംഗ് ഓഫീസർക്ക് അയച്ചാലേ സ്ഥിരീകരണം നടത്താനാകൂ. സ്ഥിരീകരണം നടത്തിയ ശേഷമേ കർഷകന് നെല്ലുവില വായ്പയായി നൽകുന്നതിന്റെ നടപടിക്രമം ആരംഭിക്കാനാകൂ. സ്ഥിരീകരണം വൈകുന്തോറും നെല്ലുവില കിട്ടാനും വൈകും. നെല്ല് സംഭരണം ആദ്യം ആരംഭിച്ച ആലത്തൂരിൽ 60%, പാലക്കാട് 25%, ചിറ്റൂരിൽ 50% സ്ഥിരീകരണം പൂർത്തിയാക്കാനുണ്ട്. ചിറ്റൂരിൽ വൈകിയാണ് സംഭരണം തുടങ്ങിയത്. ആലത്തൂരിലാണ് കൂടുതൽ കർഷകർ നെല്ലളന്നത്. നെല്ല് സംഭരിച്ചാലുടൻ PRS നൽകണമെന്നും 2 ദിവസത്തിനകം സ്ഥിരീകരണം എന്നുമാണ് സപ്ലൈകോയുടെ വ്യവസ്ഥ. നെല്ലളന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നിരവധി കർഷകരുടെ നടപടിക്രമം പൂർത്തിയാക്കിയിട്ടില്ല. മില്ലുകാരുടെ ഏജന്റുമാർ യഥാസമയം രേഖകൾ സ്ഥിരീകരണത്തിന് അയക്കാത്തതാണ് പ്രശ്നമെന്നാണ് സപ്ലൈകോ അധികാരികളുടെ വിശദീകരണം. യഥാസമയം അയച്ചിട്ടും അടിയിൽപ്പെട്ടെന്നാണ് അധികാരികൾ പറയുന്നതെന്ന് ഏജന്റുമാർ കുറ്റപ്പെടുത്തുന്നു. കാര്യമെന്തായാലും ഇതിനിടയിൽ ദുരിതത്തിലാകുന്നത് കർഷകരാണ്. നെല്ല് സംഭരണ പ്രക്രിയ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച നടപടിയാണ് PRS സ്ഥിരീകരണം. രേഖകൾ ഫയലാക്കിയാണ് അന്ന് അയച്ചിരുന്നത്. ഇപോസ് യന്ത്രത്തിൽ സ്പോട്ട് PRS നൽകാൻ ഇപ്പോൾ കഴിയും. രേഖകൾ ഡിജിറ്റലായി മാറിയിട്ടും സ്ഥിരീകരണ പ്രക്രിയ വൈകുന്നതിന് നീതീകരണമില്ലെന്നാണ് കർഷകരുടെ സംഘടനകളുടെ അഭിപ്രായം. ആലത്തൂർ താലൂക്കിലെ ഏതാനും കൃഷിഭവനുകളിൽ PRS സ്ഥിരീകരണ ക്യാമ്പുകൾ നടത്തിയിരുന്നു. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിലെ ക്വാർട്ടേഴ്സുകൾ തകർന്നു തന്നെ.
റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ച് മുഖച്ഛായ മാറ്റുമ്പോഴും റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ ക്വാർട്ടേഴ്സുകൾ തകർന്നു തന്നെ. കാടുപിടിച്ചു കിടക്കുന്ന കെട്ടിടങ്ങളുടെ മേൽക്കൂരകളും ചുവരുകളും തകർന്നു വീണു. നിരവധി ക്വാർട്ടേഴ്സുകളാണ് റെയിൽവേ സ്റ്റേഷന്റെ പാഴ്സൽ ഓഫീസിന് നിർവശമായി വാസയോഗ്യമല്ലാതെ കിടക്കുന്നത്. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ മദ്യപാനത്തിനും മറ്റും ഈ ക്വാർട്ടേഴ്സുകൾ ഉപയോഗിക്കുന്നതായി പരാതിയുണ്ട്. രാത്രി റെയിൽവേ സ്റ്റേഷന് മുമ്പിലൂടെ നടന്നു പോകാൻ തന്നെ ഭയമാണെന്ന് യാത്രക്കാർ പറയുന്നു. ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ ഉപയോഗിക്കാതായിട്ട് പതിറ്റാണ്ടുകളായി. റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകളാണിവ. ഗണേഷ്ഗിരിയിലും 500 ക്വാർട്ടേഴ്സുകൾ ഇത്തരത്തിൽ നശിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണി നടത്താത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കാരണമാണ് ക്വാർട്ടേഴ്സുകൾ നശിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കുന്ന 1960-ൽ നിർമ്മിച്ചവയാണ് ഇവയിൽ പലതും. ക്വാർട്ടേഴ്സ് പൊളിച്ചുമാറ്റി പരിസരം വൃത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സംസ്ഥാനത്ത് 3 സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകി. പൊതുപ്രവർത്തകനായ തത്തമംഗലം നെല്ലിക്കാട് പുത്തൻകളം ചന്ദ്രൻചാമി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. 3 സെന്റിൽ താഴെ വിസ്തീർണമുള്ളതും വീടില്ലാത്തതുമായ സ്ഥലത്തിന്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഇത്തരം സ്ഥലങ്ങളുടെ ഈടിന്മേൽ വായ്പ നൽകി തുക കുടിശ്ശികയായാൽ തിരിച്ചുപിടിക്കാനുള്ള ജപ്തി നടപടിക്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വായ്പ മുമ്പ് നിഷേധിച്ചിരുന്നതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വായ്പ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇനി മുതൽ ബാങ്ക് ഭരണസമിതിക്ക് തീരുമാനമെടുക്കാമെന്നും രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥലമൂല്യം കണക്കാക്കി വായ്പ തിരിച്ചടവ് ഉറപ്പാക്കിയും സംഘം നിയമാവലിക്ക് വിധേയമായും മാത്രമേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ ജോയിന്റ് രജിസ്ട്രാർമാരുടെ റിപ്പോർട്ടോടുകൂടി പരിഗണിച്ചാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ്. അലനല്ലൂർ എടത്തനാട്ടുകരയിൽ മുന്തിരി ജ്യൂസ് കുടിച്ച് ദേഹാസ്വസ്ഥം അനുഭവിച്ചതിനെ തുടർന്ന് 3 പേർ ചികിത്സ തേടി. എടത്തനാട്ടുകര പൂഴിത്തൊടിക ഉമ്മറിന്റെ ഭാര്യ സക്കീന 49, സക്കീനയുടെ മകന്റെ ഭാര്യ ഷെറിൻ 23, ഇവരുടെ മകൻ ഹൈറ മറിയം 4 എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അലനല്ലൂരിലെ കടയിൽ നിന്നും വാങ്ങിയ മുന്തിരി വീട്ടിലെത്തിയ ശേഷം ജ്യൂസ് ഉണ്ടാക്കി കഴിച്ച ഇവർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയായിരുന്നു. ശബ്ദിച്ചു തുടങ്ങിയ ഇവർ അവശരായി കുഴഞ്ഞു വീണു. ഉടൻ തന്നെ ഇവരെ സമീപത്തെ സ്വകാര്യ ഡിസ്പെൻസറിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. കടയിലെ മുന്തിരിയുടെ സാമ്പിൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നാട്ടിലെത്തുന്ന കന്നി വോട്ടർമാർക്ക് 19% കിഴിവിൽ ടിക്കറ്റ് ഒരുക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. 18-നും 22-നും ഇടയിൽ പ്രായമുള്ള വോട്ടർമാർക്ക് അവരുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ടിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ജൂൺ 1 വരെ ഇളവോടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 19ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ഓഫർ. ജനാധിപത്യ ബോധത്തെ വളർത്താനും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അവരെ പങ്കാളിയാക്കാനുമാണ് വോട്ടേഴ്സ് യു ആർ പ്രചാരണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ ഡോക്ടർ അങ്കുർ ഗാർഗ് പറഞ്ഞു. അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ 133ാമത് ജയന്തി കേരള ദളിത് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃത്താലയിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ചോലയിൽ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർക്കൊപ്പം അധ്യക്ഷനായി. KP ശശീന്ദ്രൻ, സുരേഷ് പുലേരി, MT സുധീഷ്, M നാരായണൻ, ഉണ്ണി, MP ബാലൻ, MP സുബ്രഹ്മണ്യൻ, മുരളി ആലൂർ, സുധീഷ് കൊടുമുണ്ട എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആവേശക്കടലായി പൂരപ്രേമികൾ തൃശൂരിൽ ഒഴുകിയെത്തിയത് ലക്ഷങ്ങൾ. ആലത്തൂർ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് റാലി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ഉദയ് ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റിന് പൊള്ളാച്ചി വിട്ടാൽ പാലക്കാട് മാത്രം സ്റ്റോപ്പ്. സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.